കന്മന മഹൽ കമ്മിറ്റിക്കെതിരെ മഹൽ നിവാസി ടി.കെ. മുഹമ്മദ് ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും കന്മന മഹലിൽപ്പെട്ട ആർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നും തെങ്ങിൽ കയറി ഭീഷണി മുഴക്കിയത് വാർത്തകളിൽ ഇടം പിടിക്കാനാണെന്നും മഹൽ കമ്മിറ്റി ഭാരവാഹികൾ മീഡിയ ടൈംസിനോട് പറഞ്ഞു. ഉന്നയിക്കുന്ന ആരോപണം എന്താ വെച്ചാൽ 14 വർഷമായിട്ട് മൂപ്പരെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് വിലക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിക്ക് കയറാൻ പറ്റണില്ല മൂപ്പരെ കുടുംബത്തിന്. എന്താ അതിനെ പറ്റി പറയുക? അത് സംബന്ധിച്ചുള്ളത് അങ്ങനെ കന്മന മഹൽ കമ്മിറ്റി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളാണ് തിരിച്ചിട്ട് പറയുന്നത്. 28 വർഷമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളാണ്. കാരണം നിലവിൽ 28 വർഷമായി പള്ളിക്കെതിരായിട്ട് ഒരുപാട് കേസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേസിലൊക്കെ തന്നെ ജഡ്ജ്മെൻറ്റ് വന്നു, അവൻ്റെ കേസ് തള്ളിയതാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് 9 വർഷം ഞങ്ങൾക്ക് ജനറൽ ബോഡി വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ കേസ് നിലവിലുള്ളത് കൊണ്ട്. അത് കാരണം കൊണ്ട് ജനറൽ ബോഡി കേസ് തള്ളിയതിന് ശേഷം ജനറൽ ബോഡി വിളിക്കുകയും ഈ കേസിന് ആവശ്യമാകുന്ന ചിലവുകൾ 2.25 ലക്ഷം രൂപ പള്ളി കമ്മിറ്റിക്ക് ചിലവായും ജനങ്ങളെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയും ജനങ്ങളുടെ പൂർണ്ണമായ തീരുമാനപ്രകാരമാണ് ആ പൈസ ചിലവായ പൈസ പള്ളിയിലേക്ക് അദ്ദേഹം തിരിച്ചടക്കണം. 4 പേരാണ് കേസിലുണ്ടായിരുന്നത്. ആ 4 ആളുകളിൽ നിന്ന് പൈസ ഈടാക്കിയിട്ട് ഭരസംഖ്യ വാങ്ങിയാൽ മതി എന്നാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആരെയും ഒരു വിലക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. കന്മന മഹൽ കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞാൽ പത്രത്തിലും അതുമല്ല ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വരിക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പള്ളിയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ അടക്കം അയാളെ പള്ളിയിൽ വന്നിട്ടുണ്ട്, കുടുംബങ്ങൾ വരുന്നുണ്ട്. ആരെയും മുഴുവർക്ക് വരില്ല. ബാക്കി മുഹമ്മദ് എന്ന ആൾ പള്ളിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു കേസ് ഒഴിച്ച് ബാക്കി എല്ലാം വിട്ടുപോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കമ്മിറ്റി തെറ്റുകാരാണെന്ന് ഒരിക്കലും കണ്ടെത്താൻ കോടതി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ്. പിന്നെ മഹല്ല് കമ്മിറ്റി ഒരിക്കലും ഒരു മുസ്ലിം ഇതിലുള്ള സംവിധാനത്തിലുള്ള ജമാഅത്തിൻ്റെ സംവിധാനത്തിലുള്ള ഒരു പള്ളിക്കും തന്നെ ഒരു വ്യക്തിയെ ഖബർസ്ഥാൻ വിലക്കുകയോ ബാക്കിയുള്ള ചെയ്യാനോ കഴിയില്ല. ഉരുവൽക്കരണ സംവിധാനം ഇന്ന് നിലവിലില്ല, കഴിയില്ല. ശരിക്കും നിയമത്തിൻ്റെ കോടതി ഉൾപ്പെടെയാണ്. ഇപ്പോൾ ചേകരൂർ മൗലവിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് യഥാർത്ഥം ഞങ്ങളെ പള്ളിക്ക് ഉണ്ടായത്. അന്ന് കോടതി പറഞ്ഞാണ് ഇങ്ങനെ ഒരു സംവിധാനമില്ല, അവരെ മറ ചെയ്തു കൊള്ളണം എന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് ഒരു കേസ് പോലും ഞങ്ങൾ ഈ മേടിപ്പാറ തയ്യൽക്കോത്ത് മുഹമ്മദ് ഉള്ള ആൾക്കെതിരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. മഹല്ല് കമ്മിറ്റി ലക്ഷക്കണക്കിന് കമ്മിറ്റി ചിലവാണെങ്കിൽ പോലും ഒരു കേസ് പോലും ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സത്യം. അവരുടെ കുടുംബം ഞങ്ങൾ അവരുടെ കുടുംബങ്ങളുമായി ചർച്ച നടത്തി, വർഷങ്ങളായി ചർച്ച നടത്തി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 6 മാസം മുമ്പ് വരെ ചർച്ച നടത്തിയതാണ്. പക്ഷേ അവരുടെ കുടുംബങ്ങളൊക്കെ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കുന്നില്ല. മൊത്തം സമൂഹത്തിന് തന്നെ വലിയൊരു ബാധ്യത ഉണ്ടാകുന്ന രൂപത്തിൽ എല്ലാത്തിനും കരിപ്പാങ്കുളത്തിനെതിരെ കേസ്, റോഡുകൾക്കെതിരെ കേസ്, പാടത്തിനെതിരെ കേസ്, എല്ലാത്തിനും ദിവസം 5 6 കേസുകൾ എല്ലാ കോടതികളായിട്ടും കളക്ടറേറ്റ് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് ആളുകൾക്ക് പ്രയാസം. ഇപ്പം ഇന്ന് അവിടെ എന്തുമാത്രം സീൻ ഉണ്ടാക്കുക നിങ്ങൾക്ക് അറിയാലോ. അവർ എല്ലാവരും വന്നു, നിങ്ങളടക്കം ഉൾപ്പെടെ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് വരും, അതെന്തൊരു വാർത്തയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അവനെ എതിർക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവർക്ക് ഏത് സമയത്തും പള്ളിയിലേക്ക് സ്വാഗതം, പള്ളിക്കാട്ടിലേക്ക് സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. നമ്മളതിൽ എതിർപ്പില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 15 ദിവസം മുമ്പ് 1 മാസം മുമ്പൊക്കെ അവന് പള്ളിയിൽ വന്ന് ജുമായക്കും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ആരും ഒരു എതിർപ്പോ കാര്യമൊന്നുമില്ല. അവൻ്റെ കുടുംബങ്ങൾ വരുന്നുണ്ട്. അവർ കുടുംബങ്ങൾ പോലും നമ്മളെ കൂടെയാണ്. യഥാർത്ഥത്തിൽ അവന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല രൂപത്തിന്. ഒരാളെ പോലും നമ്മളെ വിലക്കുകയോ ഊരൊക്കെ സംവിധാനം സുന്നി അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കഴിയില്ല. പ്രാകൃത സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ യുവാക്കൾ ഇത് മഹല്ലിൽ ചുരുക്കം പറഞ്ഞാൽ 9 വർഷമായിട്ട് ജനറൽ ബോർഡ് വിളിക്കാൻ കഴിയാത്ത സ്റ്റേ ഓർഡർ കൊണ്ടുവരികയും അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവസാനം യുവാക്കൾ ഇറങ്ങിയിട്ടാണ്. യുവാക്കളെ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് അവിടെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 20 പദ്ധതികളൊക്കെ വളരെ പുരോഗമനമായ രീതിയിലുള്ള മരുന്ന് വിതരണത്തിനും അതുപോലെ റിലീഫ് കമ്മിറ്റും ഇസ്ലാമിക് ബാങ്ക്, അതായത് പലിശരഹിത വായ്പാ പദ്ധതി പോലുള്ള കുറേ പദ്ധതികൾ പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഉള്ളത് ഓരോ മാതൃകാ മഹല്ല് രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത്തരം വെറുതെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് ആവശ്യമില്ലാത്ത നമ്മൾ ആർക്കും പരിശോധിക്കുക. ഒരു മഹല്ല് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മഹല്ല് നിവാസി പോലും എനിക്ക് തോന്നുന്നില്ല ഇവനെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവനെതിരെ നമ്മൾ പ്രതിരോധിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു വാർത്ത കിട്ടുക എന്നതിലുപരി ഇതിൽ പ്രത്യേകിച്ച് എന്തുണ്ട് നമുക്ക് തോന്നുന്നില്ല. ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കണം എന്നുള്ള നിയമം ഇത് എന്ത് കാരണത്തിലാണെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ഞങ്ങളോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവസാനം അദ്ദേഹം ജില്ലാ പോലീസ് സൂപ്രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഉരുവിലക്കുണ്ടോ എന്നത്. പോലീസ് വിളിച്ചു, പോലീസിനോട് ഞങ്ങൾ മറുപടി കൊടുത്തില്ല. അങ്ങനെ ഉരുവിലക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ സംവിധാനം തന്നെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നവമാധ്യമങ്ങളൊക്കെ ഉണ്ട്. ഈ നവമാധ്യമങ്ങളില്ലെങ്കിൽ പോലും അങ്ങനെ കാടത്തും എടുക്കുന്ന തീരുമാനമുള്ള ഒരു കമ്മിറ്റിയോ അങ്ങനെ മോശപ്പെട്ട ചിന്തിക്കുന്ന കമ്മിറ്റിയോ ഒന്നല്ല. കൃത്യമായി തന്നെ പണ്ഡിതന്മാരുടെയും കാരണവന്മാരുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഈ നിയമപരമായി തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ രീതിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ അത് ദൃശ്യമാധ്യമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ഇദ്ദേഹത്തെ അങ്ങനെ അനുകൂലിച്ചുകൊണ്ട് ഒരു കേസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ആത്മഹത്യാ ശ്രമം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അനാവശ്യമായുള്ള ഈ കേസ് ഇങ്ങനെ കൊടുത്തിട്ട്
വലിയൊരു എമൗണ്ട് നഷ്ടമാണ്. അതൊക്കെ നമ്മൾ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു ഈടാക്കുക എന്നല്ല, അവനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഈടാക്കുക, അങ്ങനെ കുടുംബങ്ങളുമായി സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇനി നിങ്ങൾ ഈടാക്കിയാൽ ഇല്ലെങ്കിൽ ശരി, അവന് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ കഴിയില്ല, അവന് ഏതിങ്ങനെ കേസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവണത പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കേസ് കൊടുക്കാത്ത മക്കളായിട്ടൊക്കെ സംസാരിച്ചു, കുടുംബങ്ങളൊക്കെ സംസാരിച്ചു ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി. കാരണം നമുക്ക് സമയത്തിൻ്റെ കോടതി വരാന്തയിൽ കയറി ഇറങ്ങേണ്ട ഒരു കാര്യമില്ലല്ലോ, പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മൾ സ്വന്തം കാര്യമൊന്നുമല്ലോ ഞങ്ങൾ ആരും ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ പേരിലൊക്കെ അഴിമതിയായിരുന്നു, അത്ര കോടി കട്ടുകണം ഇത്ര കോടി കട്ടുകണം എന്നുള്ള അഴിമതി കേസായിരുന്നു മുഴുവൻ. നിലവിലെ മുത്തവല്ലി അബ്ദുറഹ്മാൻ എന്ന ബാപ്പുടി സാഹിബ് അദ്ദേഹം മരണപ്പെട്ടു, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ആ വീട്ടിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്തിരുന്നു, വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹം നടത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മളെ കമ്മിറ്റിയോ നാട്ടുകാരോ അദ്ദേഹത്തിനെതിരായിട്ടൊരു നടപടിക്രമങ്ങൾ എടുത്തിട്ടില്ല. പള്ളിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, 2.25 ലക്ഷം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ പൈസ അവരത്തു നിന്ന് ഈടാക്കുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ വേറൊരു കാര്യത്തിൽ പള്ളി പ്രവേശിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മയ്യത്ത് മറവ് ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പള്ളിയുടെ അനുഷ്ഠാന കർമ്മങ്ങൾ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഊരുവെലുക്കുന്ന പ്രാകൃത തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സത്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാം, ഇവിടെയുള്ള വക്കീലന്മാരായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാം, പോലീസ് വിഭാഗം എല്ലാ ഓഫീസും എല്ലാവരും ചർപ്പിച്ച ആളാണ്. കുറേ കഴിയുമ്പോൾ റിസൾട്ട് ഇല്ലാതാകുമ്പോൾ അവർ ഞങ്ങളത് കാശ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞിങ്ങനെ അവരെ തെറ്റിയിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായതൊരു നാടകമാണ്, അത്രയേ ഉള്ളൂ. അതുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു 2 മാസം മുമ്പ് അവനൊരു റിക്വസ്റ്റ് തന്നത് മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് 1000 വട്ടം മാപ്പ് എന്നാണ് അതിൽ പറഞ്ഞത്. എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി, എന്നെ കമ്മിറ്റിയിൽ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് 1000 വട്ടം മാപ്പ് എന്ന് പറഞ്ഞാൽ രേഖാമൂലം ഞങ്ങൾ കോടതിയിൽ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ സാധനമൊക്കെ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുക. വക്കീലന്മാർക്കെതിരെ പങ്കെടുത്ത ഏകദേശം നമ്മൾ തിരൂരിൻ്റെ ചുറ്റുപാടുള്ള വക്കീൽമാർക്കെതിരെ കേസാണ്, ജഡ്ജിമാർക്കെതിരെ കേസാണ്, ഓഫീസർമാർക്കെതിരെ കേസാണ്, പോലീസുകാർക്കെതിരെ കേസാണ്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇവരൊക്കെ പിണക്കി വിടുമ്പോൾ അതിൻ്റെ സത്യമല്ലല്ലോ. പത്രക്കാർക്കെതിരെ കേസില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സത്യന്തമായിട്ട് ഒരു മനുഷ്യൻ പോലും ഇവനെ സപ്പോർട്ട് ചെയ്തു. കാരണം അതൊരു ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കണം മൂപ്പർക്ക് കേസ്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് അവരുടെ കാര്യങ്ങളും എല്ലാവർക്കും അവൻ്റെ സമയം കാര്യങ്ങളും എന്താവട്ടെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴും അവർക്ക് പള്ളിയിലേക്ക് വരാം, നിസ്കരിക്കാം, മതപരമായ ചിട്ട മുഴുവൻ രേഖപ്പെടുത്താം. അവിടെ ഖബർസ്ഥാൻ ഒരാൾക്ക് പോലും അവർക്ക് നല്ല ആർക്കും നമുക്ക് വിലക്കാൻ കഴിയില്ല. അതാണ് സത്യം. അത് നിയമപരമായിട്ട് ഒരിക്കലും കഴിയാത്ത സ്ഥലം. നമ്മളതൊന്നുമല്ലല്ലോ. ഇപ്പം പള്ളി എന്ന് പറഞ്ഞാൽ പൊതു മുതലാണ്, എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ട ആളുകൾക്കുള്ളതാണ്. ഒരിക്കലും നമുക്ക് വിലക്കില്ല, ഒരിക്കലും വിലക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മളൊക്കെ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അഭിപ്രായം ഉണ്ടാവും ചെയ്യും. ഏതായാലും നിങ്ങൾ പങ്കെടുത്തതിൽ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.